UDF തരംഗത്തിലും കരുണാപുരം കൈവിട്ടത് പഞ്ചായത്തിലെ കോൺഗ്രസിനുള്ളിലെ സംഘടനാ ദൗർബല്യവും പടലപ്പിണക്കങ്ങളും എന്ന വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ഇടത് തരംഗം മാഞ്ഞുവീശിയപ്പോഴും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഒപ്പത്തിനൊപ്പം നൽകി UDFന് ജീവൻ നൽകിയ പഞ്ചായത്താണ് ഇത്തവണ വലതു തരംഗത്തിലും ഇടതുമുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നൽകിയത്. 3 പതിറ്റാണ്ടുകാലം ഇടത്ത കുത്തകയായിരുന്ന പഞ്ചായത്തിൽ 15 വർഷം മുമ്പാണ് UDF ഭരണം പിടിച്ചത്. പിന്നീട് തുടർ ഭരണത്തെ കാഴ്ചകൾ കണ്ട പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാനത്താകെ അലയടിച്ച തരംഗത്തിൽ പഞ്ചായത്ത് നഷ്ടമായത് സംഘടനാ ദൗർബല്യമാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലുണ്ടായ പടലപ്പിണക്കങ്ങൾ മൂലം ഭരണം നഷ്ടമായതിനാൽ വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാതിരുന്ന നേതൃത്വവും നിർജീവമായ മണ്ഡലം കമ്മിറ്റിയും തോൽവിയുടെ ആഴം കൂട്ടി. പാർട്ടി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ മണ്ഡലം കമ്മിറ്റി പരാജയപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോലും വിളിച്ചു ചേർത്തത് എന്നാണ് താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം. പല വാർഡുകളിലും കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ല. ഇത് സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചു. ഉപരിഘടകത്തിൽ നിന്നും നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ വാർഡ് കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും പലയിടങ്ങളിലും പരാജയത്തിന് വഴിവെച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് മത്സര രംഗത്ത് ഇറങ്ങിയതോടെ ശരിക്കും നാഥനില്ല കളരിയായി കരുണാപുരം കോൺഗ്രസ് മാറിയെന്നാണ് അണികൾ പറയുന്നത്. ലഭിക്കാമായിരുന്ന ഭരണം നഷ്ടപ്പെടുത്തിയ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.